നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആക്ച്വലി ഇന്ന് സൺഡേ ആണ്. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ മൺഡേ ആകും, ട്യൂസ്ഡേ ആവും, വെനസ്ഡേ ആവാമായിരിക്കും. സോ സൺഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. രാവിലെ 10 മണിക്കത്തെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 9:45 ഇറങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാ ഞായറാഴ്ചയും വൈകിട്ടത്തെ കുർബാനയാണ് കൂടുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ കാക്കനാടേക്ക് മാറിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പം കാക്കനാട് സെൻറ്റ് അസീസി ചർച്ചിൽ പെരുന്നാൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ പെരുന്നാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് പ്രദക്ഷിണവും കുർബാനയും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് കെട്ടിയൊരുങ്ങി പോവാണ്. പെരുന്നാൾ കാണാൻ പോവാണ്. പെരുന്നാളുണ്ട്. അത് കുഞ്ഞു പള്ളി, എല്ലാവർക്കും അറിയാം. കാക്കനാട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതൊരു കുഞ്ഞു പള്ളിയാണ്. വളരെ കുറച്ച് ആൾക്കാർ, ഇടവക, വളരെ കുറച്ച് ഇടവകക്കാർ മാത്രമുള്ള ചെറിയൊരു പള്ളിയാണ്. അപ്പം എന്താണെന്നൊന്നും അറിയത്തില്ല. ഇന്നലെ എന്തൊക്കെയോ പ്രദക്ഷിണ പടക്കം പൊട്ടാൻ തുടങ്ങി. 10 മണിക്കാണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ടാണോ പ്രദക്ഷിണം വരുന്നത്? അറിയത്തില്ല. 10 മണി ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് നടക്കാനേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഈ നടത്തം ശീലം ഇല്ലാത്തതുകൊണ്ട് ശ്വാസം മുട്ടണം. നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒരു വളവേ ഉള്ളൂ. വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നടക്കാത്തതിനാൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഞാൻ കുറച്ച് അങ്ങേത്തേട്ട് കാണിക്കാം. ഇവിടെ JCB ഒക്കെ ഇടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കയ്യിൽ നിന്ന് വീഡിയോ പോയി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു മഴ നനഞ്ഞ് വന്ന സമയത്ത്. അപ്പോൾ പള്ളിയിൽ എന്തോ പടക്കം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അറിയാം ഇനിയിപ്പോൾ പള്ളിയിൽ നിന്ന് ഇതിറങ്ങിയതാണോ അല്ല കുർബാനയ്ക്ക് കയറിയതാണോ പ്രദക്ഷിണമാണോ എന്നൊന്നും അറിയത്തില്ല. സോ റോഡിലെത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ JCB, ഞാൻ പറഞ്ഞ JCB. അപ്പോൾ റോഡിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഇല്ല, ഒരു 3 മിനിറ്റ്. ഇപ്പം മെയിൻ റോഡാണ്. സോ ശരിക്കും അണയ്ക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കടവിന് എൻ്റെ കയ്യും വേദന എടുക്കണു. ഓക്കെ, പള്ളിയിലെത്തി. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. അത്യുന്നത രാജ്യം വന്നീടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
പ്രദക്ഷിണം പോയി ഇതേ തിരിച്ച് പള്ളിയിലേക്ക് തിരിച്ച് കയറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതായിരുന്നു ഈ പള്ളിയിലെ, അതായത് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയ ചർച്ച് കാക്കനാട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ കാക്കനാട് ജംഗ്ഷൻ അളകാപുരി ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള പള്ളിയാണ്. പള്ളിയിലെ ഒരു ചെറിയൊരു പെരുന്നാളാണ്. വളരെ ചെറുതായിട്ടാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിച്ചത് ഈ വർഷം. കാരണം വയനാട്ടിലെ പ്രശ്നമൊക്കെ കാരണമാണെന്ന് അച്ഛൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചച്ഛനും വലിയച്ഛനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം മഴ വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിലും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഭയങ്കര ചൂടും എടുക്കുന്നുണ്ട്. മഴ വരുന്നതിൻ്റെ ഇതും കൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ചൂട്. സോ അപ്പം നമ്മൾ പതുക്കെ ഇനിയിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം സമയം ഏകദേശം 12:30 കഴിഞ്ഞു. 12:30 1 മണി ആവാനാകുന്നു. അപ്പം നമുക്കിനി വീട്ടിലേക്ക് പതുക്കെ പോവാം. അതുപോലെ നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ആകാശം ഇരിക്കുന്നുണ്ടോ, നല്ല മഴ പെയ്യുമെന്നാണ് വിശ്വാസം. പക്ഷേ ഇതുവരെ അത് പെയ്തിട്ടില്ല. എനിവേ നല്ലൊരു ദിവസം ആയിരുന്നു ഇന്ന്. ഈ ഒരു പള്ളിയിൽ പോയതിൻ്റെ സന്തോഷം അതിൻ്റെ കൂടെ. അങ്ങനെ പള്ളി പെരുന്നാളും കഴിഞ്ഞു. സെൻറ്റ് ഫ്രാൻസിസ് അസീസിയ ചർച്ച് കാക്കനാട് പള്ളിയിലെ പെരുന്നാളായിരുന്നു ഈ വർഷം. പെരുന്നാൾ ഭയങ്കര ചെറുതായിട്ട് ആഘോഷിച്ചെന്ന് അച്ഛൻ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ വയനാട്ടിൽ പിന്നെ മറ്റേത് പ്രോബ്ലം നടന്നത് കൊണ്ട് ഫണ്ടെല്ലാം അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇപ്പം പള്ളിയുടെ ആൾക്കാർ ആരുടെയും വകയല്ല, പള്ളി വക തന്നെയാണ് പെരുന്നാൾ നടത്തിയിട്ടുണ്ടാകുന്നത്. നല്ല ആ സമയത്ത് ഇച്ചിരി വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആ വെയിൽ പോയി. നോർമലി ഇപ്പോൾ ഭയങ്കര മഴ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ബാക്കി നേർച്ച കിട്ടി. ഈ മമ്മി നേർച്ചയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് നടക്കുക. നല്ല വലിയ മഴ, അതെ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം, വലിയ മഴ. പക്ഷെ ഈ മഴ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് സ്ഥിരമുള്ളതാണ്. വലിയ മഴ മൂടും, പിന്നെ ഒരു കുഞ്ഞു മഴയിൽ അവസാനിച്ച് അതങ്ങ് പോകും. പക്ഷെ ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു അല്ലേ അവിടെ പള്ളി, ഭയങ്കര ചൂടായിരുന്നു. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. ചുമ്മാ ജസ്റ്റ് ഞങ്ങളുടെ അസീസിയ പള്ളിയുടെ പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി പെരുന്നാൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ചെറിയ നോർമൽ കുർബാനയുടെ കൂട്ടത്തിൽ ഒരു അച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. വണ്ടിനെ തേടി ഞാനൊരു പൂവിൻ മുട്ടെന്ന് പറഞ്ഞ് പാട്ട് പാടി. പ്രസംഗം നന്നായിരുന്നു. അച്ഛൻ സേക്രഡ് ഹാർട്ട് കോളേജിൽ പിന്നെ പഠിക്കണ ഒരു അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അച്ഛനെ കണ്ടില്ല ഞങ്ങൾ, പക്ഷെ അടിപൊളി പ്രസംഗമായിരുന്നു. അതൊരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അതെ, ലാസ്റ്റ് കണ്ടു, ഭയങ്കര തിരക്കായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല പ്രദക്ഷിണമായിരുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചെണ്ടമുട്ടും ഒരു നാസിക് ഡോളും, ബാൻഡ് വേളൊന്നുമില്ല, നാസിക് ഡോളും ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ് നേർച്ചയൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പുണ്യാളിനെ രൂപം മുത്തി വന്ദിച്ചു. ഞങ്ങളിത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ചെറിയൊരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.